ഈ വീഡിയോക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 3 ഒബ്ജക്റ്റുകൾ അത് മൂണിന്റെ അക്രോസ് ട്രാവൽ ചെയ്യുന്നു. എന്നിട്ട് അത് ഡാർക്ക് സൈഡിലേക്ക് പോകുന്തോറും അത് ഇങ്ങനെ മാഞ്ഞു പോകുന്നു. ഈ ഒരു വീഡിയോ മിക്കവാറും നിങ്ങൾ എല്ലാവരും ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം ഇത് ഒരു കാലഘട്ടത്തിൽ വളരെയധികം വൈറലായി പോയ ഒരു സംഭവമാണ്. അതുമാത്രമല്ല, ഒരുപാട് ആൾക്കാർ എനിക്ക് ഇതേ വീഡിയോ തന്നെ പേഴ്സണലി ഷെയറും കൂടി ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. അതിനെല്ലാം മുമ്പ് ഞാനൊരു കാര്യം വ്യക്തമാക്കാം. നമ്മളിപ്പോൾ ഈ കണ്ട ഒരു ഫുട്ടേജ് അത് ശരിക്കും നടന്ന ഒരു ഇവന്റിന്റെ CGI റെപ്രസെന്റേഷൻ ആണ്. ഇതിന്റെ ശരിക്കുമുള്ള ഫുട്ടേജ് ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന്റെ ഒറിജിനൽ വീഡിയോ അനലൈസ് ചെയ്ത റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് ഈ ഒരു സംഗതി ഏകദേശം 40 km/s വേഗതയിലൂടെയായിരുന്നു യാത്ര ചെയ്യുന്നതെന്നാണ്. മനുഷ്യർ കണ്ടുപിടിച്ചതിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള ഒരു സംഭവത്തിന്റെ പേരാണ് പാർക്കർ സോളാർ പ്രോബ്. 192 km/s ആണ് ഈ സംഗതിയുടെ വേഗത. അതിനുശേഷം വരുന്നത് വോയേജർ സ്പേസ് ക്രാഫ്റ്റ് ആണ്. അതിന്റെ വേഗത 17 km/s ആണ്. എന്നാൽ 40 km/s വേഗതയിലൂടെ യാത്ര ചെയ്യുന്ന ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ വിട്ടിരിക്കുന്ന പാർക്കർ സോളാർ പ്രോബും ഈ വോയേജർ എന്നൊക്കെ പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ ചെറിയ ഒബ്ജക്റ്റുകളാണ്. പക്ഷേ നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ 3 സംഭവങ്ങളില്ലേ, അത് അത്യാവശ്യത്തിൽ കൂടുതൽ വലിയ ഒബ്ജക്റ്റുകളാണ്. ഇതിന്റെ എല്ലാം തുടക്കം 6 വർഷങ്ങൾക്ക് മുന്നേ 2020 മാർച്ച് 26 ആ സമയത്ത് ഒരു ഫ്രഞ്ച് ആസ്ട്രോണോമർ അദ്ദേഹം ചന്ദ്രനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനു വേണ്ടി അത്യാവശ്യത്തിൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ടെലിസ്കോപ്പ് ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചു വന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചന്ദ്രന്റെ മുന്നിൽ കൂടെ 3 ഒബ്ജക്റ്റുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് ഇദ്ദേഹം ശ്രദ്ധിക്കുന്നു. അതും ഈ CGI വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ 3 ഒബ്ജക്റ്റിന്റെ ഷാഡോ അത് മൂണിന്റെ സർഫസിൽ വന്ന് പതിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒറിജിനൽ വീഡിയോ റിസർച്ച് ചെയ്ത ആൾക്കാരെല്ലാവരും പറയുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ സംഗതികൾ മൂണിന്റെ സർഫസിന്റെ അടുത്തൂടെ ആയിരിക്കണം പറക്കേണ്ടത്. ഒരു പക്ഷേ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമേറിയ ഒരു ക്യാരക്ടറാണ് ചന്ദ്രൻ. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ചന്ദ്രന്റെ മുഖത്തുള്ള ഒരുപാടധികം കുഴികളാണ്. ഇതിനെയാണ് നമ്മൾ ക്രേറ്റർ എന്ന് വിളിക്കുന്നത്. ഈ ക്രേറ്ററിന്റെ വലിപ്പം, അതിന്റെ ആഴം, അങ്ങനെ ഒരുപാടധികം ഡാറ്റ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ പലരും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സംഭവത്തിന്റെ വലിപ്പം നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് അതിന്റെ അടുത്തുകൂടി വേറെ എന്തെങ്കിലും ഒരു സംഗതി പോവുകയാണെങ്കിൽ ആ പറന്നു പോകുന്നതിന്റെ വലിപ്പം നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്രേറ്ററിന്റെ പേര് NT മയോൺ എന്നാണ്. ഏകദേശം 123 കിലോമീറ്റേഴ്സ് ആണ് ഈ ഒരു സംഭവത്തിന്റെ ഡയമീറ്റർ. ഈ ഒരു ക്രേറ്ററിന്റെ മുകളിലൂടെയാണ് ഈ കാണുന്ന 3 പറക്കുന്ന കളികളും ഈ 3 ഒബ്ജക്റ്റുകളും പോയിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു സംഗതി ചന്ദ്രന്റെ സർഫസിൽ ഒരു ഷാഡോ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷാഡോ കാസ്റ്റ് ചെയ്യുന്ന ആ ഒരു ആംഗിൾ ഉപയോഗിച്ച് ഇത് എത്ര ഉയരത്തിലൂടെയാണ് ഈ സർഫസിലൂടെ പറക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ചന്ദ്രന്റെ സർഫസിൽ നിന്ന് 59 മൈൽസ് ദൂരെയാണ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഈ കാണുന്ന 3 ഒബ്ജക്റ്റുകളുടെ വലിപ്പം എന്ന് പറയുന്നത് 15 മൈൽ നീളവും 3 മൈൽ വീതിയും ഉണ്ടെന്നാണ്. ഇത് എത്ര കിലോമീറ്റേഴ്സിലാണെന്നുള്ളത് ഞാൻ താഴെ എഴുതി കാണിക്കാം. ഇവിടെ ഈ റിസർച്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന കണക്കുകളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റും ഇത്ര അധികം വലിപ്പത്തിൽ നിർമ്മിച്ചിട്ടില്ല. അതായത് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ഒരു മലയുടെ വലിപ്പമുള്ള 3 സംഭവങ്ങളെ പറ്റിയിട്ടാണ്. അതിനും പുറമെ ഈ ഒരു സംഗതി 40 km/s വേഗതയിലൂടെയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇത്രയും വലിപ്പമുള്ള ഒരു സാധനം ഇത്രയും വേഗതയിലൂടെ ഇങ്ങനെ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. 40 km/s കേൾക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിക്കില്ല. പക്ഷേ 1,80,000 km/h കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവും. ഇത് കാണുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഞങ്ങൾക്കും തോന്നിയ ആദ്യത്തെ സംശയമാണ്, ഒരു സാധാരണ മീറ്ററോയിഡിനോ ആസ്ട്രോയിഡിനോ ഈ ഒരു വേഗത അച്ചീവ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതായി കൂടെ എന്നുള്ളത്. അവിടെയാണ് വേറൊരു കുഴപ്പം കിടക്കുന്നത്. സാധാരണ ഒരു കോമറ്റോ ആസ്ട്രോയിഡോ നീങ്ങുന്ന ഒരു പാതയിലൂടെ അല്ല ഇതിങ്ങനെ പോകുന്നത്. അതായത് വളരെയധികം അബ്നോർമലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാതയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, ഈ ഒരു സംഭവത്തിന്റെ ഷേപ്പ് എങ്ങനെയാന്നുള്ളതാണ്. ഇവിടെ ചന്ദ്രൻ ബ്രൈറ്റ് ആയിട്ട് നിൽക്കാനുള്ളതിന്റെ കാരണം സൂര്യന്റെ പ്രകാശം ചന്ദ്രനിലൂടെ റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ
അതിന്റെ ഷാഡോ ചന്ദ്രന്റെ സർഫസിൽ വന്ന് പതിയും. അതേസമയം ഈ ഒരു സംഭവം അനങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ സർഫസിൽ കണ്ടുവരുന്ന ഷാഡോയുടെ പാറ്റേൺ അത് വ്യത്യാസം ഉണ്ടാവും. അതായത് ഒരു ഉരുണ്ടിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഇതെന്നുണ്ടെങ്കിൽ അത് പല രീതിയിലായിരിക്കും ഷാഡോ കാസ്റ്റ് ചെയ്യുക. നേരെ മറിച്ച് ഈ 3 ഒബ്ജക്റ്റുകളും ഒരു റെക്ടാംഗിൾ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും ഷാഡോ ഫോം ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെയധികം സിമ്പിളായിട്ട് തോന്നിച്ചേക്കാം, പക്ഷേ ഇതെല്ലാം അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാടധികം ബുദ്ധിമുട്ടാണ്. അതും ഇവിടെ കിട്ടിയിരിക്കുന്ന ഫുട്ടേജ് എന്ന് പറയുന്നത് അത്യാവശ്യത്തേക്കുള്ള ബ്ലറി ആയിട്ടുള്ള അത് ഗ്രെയിനി ആയിട്ടുള്ള ഫുട്ടേജ് ആണ്. ഈ ഒരു അനാലിസിസിലൂടെ ഈ ഒരു സംഭവം ഉരുണ്ട ഷേപ്പ് ആണെന്നുള്ളൊരു കാര്യമാണ് ഇവർക്ക് മനസ്സിലായത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ ഒരു CGI റീക്രിയേഷൻ ആണെന്നുള്ളൊരു കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്ന സമയത്ത് ഇത് CGI ആണെന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഉഡായിപ്പാണെന്നാണ് ആ കാലത്ത് ആൾക്കാരെല്ലാവരും വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇപ്പോൾ അധികം ആൾക്കാർ സംസാരിക്കാത്തത്. വേറൊന്നല്ല, ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് തന്നെ കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ നേച്ചർ തന്നെയാണത്. ഈ ഒരു ഹ്യൂമൻ നേച്ചർ ഒട്ടുമിക്ക ആൾക്കാർക്കും 1-2 പ്രമുഖ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാരിലും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫെബ്രുവരി 2025 ഈ ഒരു സംഗതിനെ പറ്റിയിട്ടുള്ള ഒരുപാടധികം പുതിയ റിസർച്ച് എല്ലാം പുറത്തേക്ക് വരുന്നു. അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിന ക്യാരക്ടറൈസേഷൻ ഓഫ് ഡാർക്ക് UAP എന്നാണ് ഈ ഒരു സംഭവത്തിന്റെ പേര്. ഈ ഒരു പേപ്പറിലൂടെ ഇവർ 3 UFO കേസസ് ആണ് പഠിച്ചിരിക്കുന്നത്. അതിൽ ഒരു കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവം. ഇവിടുത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന് മുമ്പ് റിസർച്ച് ചെയ്തിരുന്ന ആൾക്കാരെ പറഞ്ഞിരുന്ന അതേ റിസൾട്ട് തന്നെയാണ് ഇവരും തരുന്നത്. 2 വെവ്വേറെ റിസർച്ചേഴ്സ് 2 സമയങ്ങളിലൂടെ തരുന്നത് വളരെയധികം സിമിലർ ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ്. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇത് എന്താണ്? ഇവിടെ പ്രത്യേകിച്ച് ഒരു റഡാർ ഡേറ്റ ഇല്ല. ആ സമയത്ത് ഒരുപാടധികം സയന്റിഫിക് അനാലിസിസ്, അതായത് ഓൺ ദി സ്പോട്ട് സയന്റിഫിക് അനാലിസിസ് ഒന്നും നടത്തിയിട്ടില്ല. ഒരാളുടെ ഒബ്സർവേഷനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഡാറ്റ മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി ആരെങ്കിലും നിർമ്മിച്ച് വിട്ടൊരു സംഭവമാണോ, അതോ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിൽ നമ്മൾക്കറിയാൻ പാടില്ലാത്ത എന്തോ ഒരു സാധനം ഇങ്ങനെ കടന്നു പോയതാണോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിനെ നമുക്ക് UAP എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഈ കാലഘട്ടത്ത് ഇന്റർനെറ്റിലൂടെ കാണാൻ കഴിയുന്ന ഒരുപാടധികം UFOയുടെ വീഡിയോസ് ഒന്നും നമുക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഇതുപോലുള്ള ഒരു CGI വീഡിയോ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇത് CGI ആണെന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും ഇതിനെ പയ്യെ സൈഡിലേക്ക് മാറ്റി വെച്ചു. അതാണ് ശരിക്കും നടന്നിരിക്കുന്നത്. ഇത് ശരിക്കും നടന്ന ഒരു സംഭവമാണ്. ഒരുപാടധികം ആൾക്കാർ എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഈ ഒരു സംഭവത്തെ പറ്റി മലയാളികൾ ആരും തന്നെ വീഡിയോസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മിക്കവാറും ആദ്യമായിട്ടായിരിക്കും ഒരാൾ ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു ചാനലിലൂടെ എന്തെങ്കിലും ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ താഴെ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തിയാൽ മതി, നമ്മൾക്ക് അതേപോലെ ചെയ്യാം.